ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചീര തോരനാണ് വെക്കുന്നത്. പച്ച ചീര കൊണ്ടുള്ള തോരൻ. ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം ചീര ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് വെക്കാനുള്ള ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ ചീര ഉപ്പേരിക്ക് വേണ്ടുന്ന മസാല ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിത് അരമുറി തേങ്ങ ചിരവേത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10-15 ചെറിയ ഉള്ളി, വെളുത്തുള്ളി അല്ലി, അത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഞാൻ ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ, കല്ലുപ്പ്. ഇതിൽ തന്നെ ഉപ്പും ചേർക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ ചതക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയുമാണ് ചീര ഉപ്പേരിക്ക് വേണ്ടുന്ന മസാലയെ എടുത്തത്. അപ്പോൾ വെക്കാനുള്ള ചട്ടിയിലേക്ക് ചീര ഒന്ന് മാറ്റി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾക്ക് അതിലോട്ട് ഇച്ചിരി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ചീര അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ ചെയ്തത്. അപ്പോൾ ചട്ടി ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചീര മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചീര അതിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീര മുറിച്ചത് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ തന്നെ നമ്മൾക്ക് ഈ മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുറത്തൊന്നും ചാടാതെ വേണം മസാലയിൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചീര ഉപ്പേരി ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ ചീര മുറിച്ചതല്ലത് അതിൻ്റെ മേലെ കൂടെ ഇച്ചിരി ഒന്നിങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചീര ചെറുതായി മുറിച്ച ചീര ചട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ഞാൻ പിന്നെ പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ തേങ്ങ ചിരവിയതും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം മിക്സ് ചെയ്ത ആ ഒരു അരപ്പ് ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് ഇങ്ങനെ എൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കാൻ പോവുകയാണ്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഏറ്റവും ആദ്യം നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴിതാ ചട്ടി നന്നായി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. നന്നായി എല്ലാ ഭാഗവും നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇടയ്ക്കൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോവും. അപ്പോൾ ഇത് നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വിട്ടു പോകരുത് കേട്ടോ, അല്ലെങ്കിൽ നന്നായി അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടി അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ചീരയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 3-4 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് തീ കൂട്ടി വെച്ചിട്ട് 1-2 മിനിറ്റ് നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ നിങ്ങളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത് 2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്തേക്കരുത്. അപ്പോൾ ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചീര വെന്തതിന് ശേഷം ഏകദേശം 2 മിനിറ്റായി ഞാൻ ഇതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പോൾ നമ്മൾ ചീര ഉപ്പേരി അല്ലെങ്കിൽ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചീര തോരൻ ഉപ്പേരി ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ലൊരു ടേസ്റ്റുള്ള ചീര തോരനാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് എന്തെങ്കിലും മിക്സ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഈ പയറ് വർഗ്ഗത്തിൽപ്പെട്ടതോ പരിപ്പ് അങ്ങനെയെല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ
എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ചീരത്തോര റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള ചീരത്തോര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.